ഹായ് ഹലോ വെൽക്കം ടു വൺസ്. ഇന്നത്തെ സെഷനിൽ നമ്മളെന്താ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ KTO ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ ആണ് നോക്കുന്നത്. അതിൽ മൊഡ്യൂൾ 1 ആണ് നമ്മളെന്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് കോഴ്സ് MET 204 ആണ്. അപ്പോൾ 100 മാർക്കിൻ്റെ എക്സാം, 3 മണിക്കൂർ ഡ്യൂറേഷൻ. അപ്പോൾ അതിൻ്റെ എൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2019 സ്കീം S4 വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാം 2 പാർട്ടുണ്ട്, A ആൻഡ് B. ഓരോ ക്വസ്റ്റ്യൻസ് പാർട്ട് A, പാർട്ട് B. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 മാർക്ക് വെച്ചിട്ട്. പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, സബ് ഡിവിഷൻ ബേസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എനിവേ മൊഡ്യൂൾ 1 നമുക്ക് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് എന്താ, കാസ്റ്റിംഗ് അല്ലേ, സാൻഡ് കാസ്റ്റിംഗ്, പാറ്റേൺ, കോർ, ചാപ്ലെറ്റ്സ്, പിന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസ്, സോൾഡിഫിക്കേഷൻ ടൈം റിലേറ്റ് ചെയ്തിട്ടുള്ള ഗേറ്റിംഗ് സിസ്റ്റംസ്, പിന്നെ സ്പെഷ്യൽ കാസ്റ്റിംഗ് അല്ലേ, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് ഒക്കെ വരുന്നത്, ഷെൽ കാസ്റ്റ്, ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ സിമ്പിൾ ചാപ്റ്ററാണ് മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ. കാസ്റ്റിംഗ് പക്കാ സിമ്പിളാണ്, മിക്കപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്തില്ല, മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഡീൽ ചെയ്യാൻ നേരത്തില്ല, നമ്മൾ പഠിക്കാൻ നേരത്തായാലും എക്സാംസ് എഴുതാൻ നേരത്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ തിയറി മാത്രം ഇൻവോൾവ് ചെയ്ത് വെക്കാൻ ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യാനാണ് എപ്പോഴും ഒരു തിയറി സബ്ജക്റ്റിൽ, തിയറി പേപ്പേഴ്സിനെല്ലാം. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഒരുപാട് ഫിഗേഴ്സ് നമുക്ക് വരക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മുടേതായ രീതിയിൽ നമുക്കത് കാര്യങ്ങൾ ഭാവനയിൽ നമുക്ക് എന്താ ബോക്സോ കോളംസോ അല്ലേ ഫിഗേഴ്സൊക്കെ വെച്ചിട്ട് എന്താ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കൂടുതൽ മാർക്ക് കിട്ടണം അല്ലേ. നോർമലി ഒരു തിയറി ആദ്യം തൊട്ട് അവസാനം വരെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ കറസ്പോണ്ടിങ് എന്തെങ്കിലും ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനും കൂടെ ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പാർട്ട് എയിലെ മൊഡ്യൂൾ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഹൗ ഡു പാറ്റേൺ ഡിഫർ ഫ്രം കാസ്റ്റിംഗും വാട്ട് ഈസ് ദ റോൾ ഓഫ് കോർ ആൻഡ് ചിൽ ഇൻ കാസ്റ്റിംഗ് പ്രോസസ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ നമുക്ക് എന്താ, പാറ്റേൺ എങ്ങനെ കാസ്റ്റിംഗ് ആയിട്ട് ഡിഫർ ആവും. അപ്പോൾ പാറ്റേണും കാസ്റ്റിംഗും രണ്ട് ടേമാണ്. പാറ്റേൺ എന്ന് പറഞ്ഞാൽ റെപ്ലിക്ക ഓഫ് ദി പാർട്ട് ടു ബി കാസ്റ്റ് ആണ്. കാസ്റ്റ് ചെയ്യേണ്ട സാധനത്തിൻ്റെ ഒരു റെപ്ലിക്ക നമ്മൾ മേക്ക് ചെയ്യുന്ന സാധനമാണ് എന്ത്, പാറ്റേൺ എന്ന് പറഞ്ഞാൽ. വേറെ ഫൈനൽ പ്രൊഡക്റ്റിന് നമ്മളെന്ത്, കാസ്റ്റിംഗ് എന്ന് പറയണം. രണ്ടാണ്, പാറ്റേണും കാസ്റ്റിംഗും രണ്ടാണ്. പാറ്റേൺ റെപ്ലിക്ക ഓഫ് ദി പാർട്ട് ടു ബി കാസ്റ്റ് ആണ്. അത് ചീപ്പായിരിക്കും, നമ്മൾ ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ വെച്ചായിരിക്കും മേക്ക് ചെയ്യുന്നത്. വാക്സ് ആവാം, പ്ലാസ്റ്റിക് ആവാം, അങ്ങനത്തെ വുഡ് ആവാം. അത്ര ഡ്യൂറബിൾ ആവണമെന്നില്ല. പക്ഷേ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ഫൈനൽ പ്രൊഡക്റ്റാണ്. നമ്മൾ മെറ്റീരിയൽ സോൾഡിഫൈ ചെയ്ത് കിട്ടുന്ന സംഭവമാണ് എന്ത്, കാസ്റ്റിംഗ്. സോൾഡിഫൈ ചെയ്ത് കിട്ടുന്ന സാധനത്തിന് നമ്മളെന്താ, കാസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഫിഗർ അല്ലേ ഞാൻ പറഞ്ഞു, ചുമ്മാ ഇപ്പോൾ ഇത് എഴുതി വെച്ചു 3 മാർക്കിന് മേ ബി നിങ്ങൾക്ക് ഒരു 2 മാർക്ക് കിട്ടും. ബട്ട് ഇഫ് യു ആർ ഒരു ഇമേജ് നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ, ഒരു ഡയഗ്രാം അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു 3 മാർക്ക് തന്നെ നിങ്ങൾക്ക് എന്താ കിട്ടും. അപ്പോൾ ഇവിടെ എന്താ, ആ ഒരു ക്യാവിറ്റിയിൽ കാണിച്ചേക്കുന്ന ഒരു പാറ്റേൺ ഫൈനലായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ് എന്ത്, കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സിമ്പിളാണ്, പക്കാ സിമ്പിളായിട്ട് എഴുതാവുന്ന കേസാണ്. പാറ്റേൺ ഇസ് ദ റെപ്ലിക്ക ഓഫ് ദി പാർട്ട് ടു ബി കാസ്റ്റ് ആണ്, കാസ്റ്റിംഗ് ഇസ് ദി ഫൈനൽ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്, വാട്ട് ഈസ് ദ റോൾ ഓഫ് കോർ ആൻഡ് ചിൽ ഇൻ കാസ്റ്റിംഗ് പ്രോസസ്. കോറിൻ്റെയും ചിൽസിൻ്റെയും റോൾ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ കോർ എന്ന് പറയാൻ നേരത്ത് ബേസിക്കലി ഹോളോ സെക്ഷൻസ് ഒക്കെ. സോ കോർ എന്ന് പറയുന്ന നേരത്ത് ഒരു ഹോളോ സെക്ഷൻ, ഇപ്പോൾ നമ്മളൊരു സിലിണ്ടർ എടുക്കണമെങ്കിൽ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ആ ഒരു ഹോളോ സെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കാസ്റ്റിങ്ങിലേക്ക് നമ്മൾ എന്താ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവത്തിന് നമ്മൾ എന്ത്, കോർ എന്ന് പറയണം. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാൻ നേരത്തായാലും ഇവിടെ ഒരു ഹോളോ സെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത്, കോർ എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു പാർട്ട് മെറ്റലാവാം, വുഡാവാം, അതൊക്കെ വെച്ച് നമ്മൾ എന്താ കോർ മേക്ക് ചെയ്യും. ഇപ്പോൾ ഈ ഒരു കാസ്റ്റിങ്ങിലായാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ഇങ്ങനത്തെ ഒരു T പോലത്തെ ഒരു ഷേപ്പ്, ഒരു ഹോളോ സംഭവം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്കൊരു സംഭവം ഇൻസേർട്ട് ചെയ്ത് വെക്കും. അതിനെയാണ് നമ്മൾ എന്ത്, കോർ എന്ന് പറയുന്നത്. ഈ 2 ഫിഗേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ കോർ ഇസ് പ്രീഫോംഡ് ബോണ്ടഡ് സാൻഡ്, മേ ബി സാൻഡ് ആവാം, ഇല്ലെങ്കിൽ വേറെ പാർട്ടാവും. പല ടെക്നിക്സിൽ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു മൗൾ ഷേപ്പിലേക്ക് നമ്മൾ എന്താ ചെയ്ത് വെക്കണതാണ്. അപ്പോൾ ആ ഷേപ്പിൽ കോർസ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ് ടു ക്രിയേറ്റ് എന്താ, ഹോളോ സെക്ഷൻ അല്ലെങ്കിൽ എന്താ ക്യാവിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ക്ലിയർ ആണല്ലോ. അതിനാണ് നമ്മൾ എന്താ കോർ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യണം. വേറെ സ്റ്റില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, ചിൽസ് എന്ന് പറയാനായിട്ട് സോൾഡിഫിക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ, മെയിൻലി ഡയറക്ഷണൽ സോൾഡിഫിക്കേഷൻ ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, ചില്ലെന്ന് പറഞ്ഞാൽ. ഒരു പൗഡേഴ്സ് മെറ്റൽ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് സോൾഡിഫിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, ചില്ലെന്ന് പറഞ്ഞാൽ. ഒരു പൗഡേഴ്സ് പോലത്തെ സാധനം എന്താ, അതിൻ്റെ വാൾ സർഫസിലേക്ക് നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എൻഹാൻസ് സോൾഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എൻഹാൻസ് ചെയ്യാനായിട്ടാണ് എന്ത്, ചില്ലെന്ന് പറഞ്ഞാൽ. പ്രൊമോട്ട് സോൾഡിഫിക്കേഷൻ എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ മെറ്റൽ കാസ്റ്റിംഗ് മൗൾഡ്. നോർമലി ദി മെറ്റൽ ഇൻ ദി മൗൾഡ് കൂൾസ് അറ്റ് എ സർട്ടൺ റിലേറ്റീവ് റേറ്റ് to the thickness of casting. അപ്പോൾ when a geometry of the moulding cavity prevents directional solidification from occurring naturally, chills can be used അല്ലേ. ഡയറക്ഷൻ പ്രോപ്പർ ആയിട്ടൊരു സോൾഡിഫിക്കേഷൻ നടക്കാൻ വേണ്ടി, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു L ഷേപ്പ് ആണെങ്കിൽ സോൾഡിഫിക്കേഷൻ ഈ ഒരു ഇവിടെ നിന്നല്ലേ ഏറ്റവും ലോങ്ങസ്റ്റ് എൻഡ് ചെയ്യുന്ന ഉള്ളിലേക്ക് നടക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്രൊമോട്ട് ചെയ്ത് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വാൾ സർഫസിലൊക്കെ എന്താ പൗഡേഴ്സ്, മെറ്റൽ പൗഡേഴ്സ് കാര്യങ്ങളൊക്കെ മേ ബി ഇട്ടും. അപ്പോൾ സോൾഡിഫിക്കേഷൻ എന്താ എൻഹാൻസ് ചെയ്യും. അതിന് വേണ്ടിയാണ് നമ്മളെന്ത്, ചില്ലിസ് എന്താ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ.
അപ്പോൾ കോറും ചില്ലും. അപ്പോൾ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ചുമ്മാ ശരി 3 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ വേണ്ടി ഒരു ഇമേജിൽ ഒരു ഡയഗ്രാം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് ഷുവറായിട്ട് നിങ്ങളുടെ പെട്ടിയിൽ വരും. ഓക്കെ, ഇനി നമുക്ക് എന്താ പാർട്ട് ബിയിലേക്ക് മൂവ് ചെയ്യാം. പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്, വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എ സാൻഡ് കാസ്റ്റിംഗ് പ്രോസസ്സ്. അവിടെ അതും സിമ്പിൾ സെയിം സാൻഡ് കാസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താണെന്നാണ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതേപോലെ സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദി കമ്പോണൻസ് ഓഫ് ഗേറ്റിംഗ് സിസ്റ്റം ഇൻ കാസ്റ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ നേരത്ത് ഫസ്റ്റ് വൺ സാൻഡ് കാസ്റ്റിംഗ് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. സ്റ്റെപ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഡയഗ്രാം വരക്കണം, അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഇനീഷ്യലി ഞാനത് ജസ്റ്റ് ഒന്ന് പറയാം അല്ലേ. സാൻഡ് കാസ്റ്റിംഗ് നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്, ഏത് കുട്ടിക്കും സാൻഡ് കാസ്റ്റിംഗ് അറിയായിരിക്കും. നമുക്ക് എന്താണ് ഒരു മൗൾഡ് ഉണ്ടാവും അല്ലേ, ടോപ്പ് പോർഷൻ, കോപ്പ്, ഡ്രാഗ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഡ്രാഗ് സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഹാഫ് പാറ്റേൺ വെക്കും, സാൻഡ് ഇട്ട് റാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ടോപ്പ് സെക്ഷൻ റൊട്ടേറ്റ് ചെയ്ത് ടോപ്പ് സെക്ഷൻ വെക്കും, മണ്ണിടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാവിറ്റി കാര്യങ്ങളൊക്കെ എടുക്കും, അത് കഴിഞ്ഞിട്ട് പാറ്റേൺ എടുത്ത് മാറ്റും. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഹോൾസൊക്കെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കൂടെ എന്താ മോൾട്ടൻ മെറ്റൽ പോർ ചെയ്യും, സോൾഡിഫൈ ചെയ്യും, ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫിഗേഴ്സ് വെച്ചിട്ട് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് എന്താ ഒറ്റ ഫിഗർ വേണേൽ വരയ്ക്കാം. പക്ഷേ എത്രത്തോളം നിങ്ങളത് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ്, റാദർ ദാൻ ഒരുപാട് എഴുതി കൂട്ടണതിൽ. അപ്പോൾ ഇതിൽ ഓരോ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈനൽ ഒരു ഇമേജ് മാത്രം ഇൻസേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം സാൻഡ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇതും നല്ലതാണ്, ഈ വേ ഓഫ് ഇതും നല്ലതാണ്. പക്ഷേ ഇതിനെക്കാട്ടും ഒന്നുകൂടി മികച്ച മെത്തേഡാണ് എന്ത്, സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇത്ര ഇമേജ് കാണിക്കണം. ആദ്യം എന്താണ് ഡ്രാഗ് സെക്ഷൻ, പിന്നെ കോപ്പർ റെഡിയാക്കി, പാറ്റേൺ ഇൻസേർട്ട് ചെയ്ത്, പോറിങ്ങും ബേസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അതെടുത്ത് മാറ്റി, പിന്നെ എന്ത് ചെയ്ത് ഹോൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് മോൾട്ടൻ മെറ്റൽ വയ്ക്കുന്നു, ഇവിടെ വരുന്നു, എക്സസ് മെറ്റൽ എന്താ റൈസറിലേക്ക് വരുന്നു, അവിടെ സോൾഡിഫൈ ചെയ്യുന്നു. വേണമെങ്കിൽ ഒരു 7th സ്റ്റെപ്പായിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടി എന്നുള്ള ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ഷേപ്പും വരച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താ, ഇനീഷ്യലി ഒരു പാറ്റേൺ ഉണ്ടാക്കുക വുഡ് മെറ്റലിൽ ബ്ലാസ്റ്റിംഗ് വെച്ചിട്ട്, പിന്നെ കറക്റ്റായിട്ടുള്ള സാൻഡ് മിക്സ്ചർ ഉണ്ടാക്കുക, മൗൾഡ് ഉണ്ടാക്കുക, മെറ്റലിനെ മെൽറ്റ് ചെയ്യുക, അതിന് എന്ത് ചെയ്യും, മൗൾഡിലേക്ക് പോർ ചെയ്യും, അതിനെ സോൾഡിഫൈ ചെയ്യാൻ സമ്മതിക്കും, അതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കും, ഇൻസ്പെക്ട് ചെയ്യും, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് എന്താ നമുക്ക് ഷിപ്പിങ്ങിന് വേണ്ടി എന്താ യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്സ് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം അല്ലേ, അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ മെയിൻ കാര്യം പറഞ്ഞു തന്നു എന്താണ് സാൻഡ് കാസ്റ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അതൊരു ഡയഗ്രമാറ്റിക് വേയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, കറസ്പോണ്ടിങ് ആയിട്ട് എന്താ ഓരോരോ സ്റ്റെപ്സ് എന്താ എഴുതുക. ഓക്കെ, ഇനി രണ്ടാമത് നമ്മുടെ അതിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്, സ്കെച്ച് ആൻഡ് എക്സ്പ്ലെയിൻ ദി കമ്പോണൻസ് ഓഫ് എ ഗേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു കാസ്റ്റിംഗ് നോക്കാൻ നേരത്തെ അതിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഇനീഷ്യലി ഈ മോൾട്ടൻ മെറ്റൽ ഒഴിക്കുന്ന ഈ സംഭവം പോറിംഗ് ബേസിനുണ്ട്, സ്പ്രൂ ഉണ്ട്, റണ്ണർ ഉണ്ട്, ഗേറ്റ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ ക്യാവിറ്റി വരുന്നുണ്ട്, ഇവിടുന്ന് റൈസർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് എഴുതാം. ഇനീഷ്യലി ഒരു ഫ്ലാസ്ക് കോപ്പ് ഡ്രാഗ് എന്ന് പറയണം, ടോപ്പ് സെക്ഷന് കോപ്പ് എന്ന് പറയും, താഴത്തെ സെക്ഷന് ഡ്രാഗ് എന്ന് പറയും. ചില ഇതിനെന്താ 3 സെക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നടുക്കത്തെ സെക്ഷൻ എന്താ ചീക്ക് എന്ന് പറയും. ലോവർ മൗൾഡിംഗ് ഫ്ലാസ്ക് ആണ് ഡ്രാഗ്, അപ്പർ മൗൾഡിംഗ് ഫ്ലാസ്ക് ആണ് കോപ്പ്. രണ്ടിൻ്റെ ഇടയിൽ വന്ന സംഭവത്തിന് നമ്മളെന്താ ചീക്ക് എന്ന് പറയും. പിന്നെ എന്താ പാറ്റേൺ, റെപ്ലിക്ക ഓഫ് ദ പാർട്ട് ബി കാസ്റ്റ് ആണ്. പാർട്ടിംഗ് ലൈൻ, കോപ്പിനെയും ഡ്രാഗിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന സെക്ഷനാണ് എന്ത്, പാർട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ പോറിംഗ് ബേസിൻ, മോൾട്ടൻ മെറ്റലിനെ ഒഴിക്കുന്ന ഒരു സെക്ഷനാണ് പോറിംഗ് ബേസിൻ. സ്പ്രൂ എന്ന് പറയുന്നത് അതിൻ്റെ വെർട്ടിക്കൽ പാസേജിനെ സ്പ്രൂ എന്ന് നമ്മൾ പറയും. ഈ ഒരു പോറിംഗ് ബേസിൽ നിന്ന് തന്നെ ഈ ഒരു വെർട്ടിക്കൽ പാസേജ് സ്പ്രൂ. ഹൊറിസോണ്ടൽ പാസേജ് ആണ് എന്ത്, റണ്ണർ എന്ന് പറയണം. ഹൊറിസോണ്ടലായിട്ട് പോകുന്ന പാസേജ് ആണ് എന്ത്, റണ്ണർ എന്ന് പറയണം. എക്സസ് മെറ്റൽ വരുന്ന സ്ഥലമാണ് ആ ഒരു പാറ്റേണിലെ ക്യാവിറ്റി ഫില്ല് ചെയ്തിട്ട് എക്സസ് മെറ്റൽ വരുന്ന സംഭവമാണ് എന്ത്, റൈസർ എന്ന് പറയണം. ഈ ഒരു പാറ്റേൺ ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന സെക്ഷനാണ് നമ്മളെന്ത്, ഗേറ്റ് എന്ന് പറയണം. ആ ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മളെന്ത്, ഗേറ്റ് എന്ന് പറയണം. കോർ എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞു സാൻഡ് വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനം. നമ്മളൊരു ഹോളോ സെക്ഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയ കോറ്. പിന്നെ ചാപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഈ ഹോളോ സെക്ഷൻ ആണെങ്കിൽ ഇതിനെ ഈ 2 പോയിന്റിൽ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനത്തിനാണ് എന്ത്, ചാപ്ലെറ്റ്സ് എന്ന് പറയണം. വെൻറ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഓപ്പണിങ്സ്, എയർ ഗ്യാസിനെയൊക്കെ എന്താ പുറത്തേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ഓപ്പണിങ്സിനെയാണ് നമ്മളെന്ത്, വെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് എന്താ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് ടേംസിലെ പാർട്സ് ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് അല്ലേ. നമ്മൾ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്ന കമ്പോണൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ടാണ് എന്താ ഒരു ഗേറ്റിംഗ് സിസ്റ്റം. മെയിൻലി പോറിംഗ് ബേസിൻ, സ്പ്രൂ, റണ്ണർ, ഗേറ്റ്, അതാണ് അതിൻ്റെ ചാനൽ വരുന്നത്. എന്നാലും ബാക്കി പോയിൻറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഇൻവോൾവ് ചെയ്യിച്ച് ഡയഗ്രാംസും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ വരക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 മാർക്കിന് ഷുവറായിട്ട് എന്താ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ത്, പാർട്ട് ബിയിൽ എക്സ്പ്ലെയിൻ ദി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് പ്രോസസ്സ്. 7 മാർക്ക്. പിന്നെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം സിമ്പിളാണ്, 7 മാർക്കാണ്. 7 മാർക്ക് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് കിട്ടും. പ്രോബ്ലം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് പ്രോസസ്സ് നമുക്ക് നോക്കാം.
അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് എന്ന് പറയാൻ നേരത്ത് ലോസ് ടു വാക്സ് മെത്തേഡ് എന്നൊക്കെ പേരുണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ്. വൺ ഓഫ് ദി ഏറ്റവും പ്രിസൈസ് ആയിട്ട് ഒരു കാസ്റ്റിംഗ് കിട്ടുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിങ്ങിൽ ലോസ് ടു വാക്സ് മെത്തേഡ്. ഇതിൽ നമ്മൾ പാറ്റേൺ മേക്ക് ചെയ്യണത് എന്താണ്, വാക്സ് വെച്ചിട്ടാണ്. എല്ലാ മെറ്റൽസും അലോയ്, ബ്രോൺസ്, എല്ലാ മെറ്റൽസും നമുക്കിത് വെച്ച് ചെയ്യാം. ഹൈ മെൽറ്റിംഗ് ടെമ്പറേച്ചറുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പാറ്റേൺസ് ആർ ടിപ്പിക്കലി മെയ്ഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് ഇൻക്ലൂഡ് ദോസ് വിത്ത് കോംപ്ലക്സ് ജോമെട്രീസ്, ടർബൈൻ ബ്ലേഡ്സ്, ഫയർ ആം കമ്പോണൻസ്, ഇങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പോണൻസ് നമുക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് എന്താ മേക്ക് ചെയ്യാൻ പറ്റും. മെയിൻലി പറഞ്ഞത് സാലൈൻ ഫീച്ചേഴ്സ് പറയണമെന്നാണ്. അപ്പോൾ പ്രോസസ്സും അതിൻ്റെ ഒപ്പം തന്നെ എന്താ സാലൈൻ ഫീച്ചേഴ്സും കൂടിയാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന നേരത്ത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്ന നേരത്ത് ഇനീഷ്യലി നമ്മൾ വാക്സ് പാറ്റേൺ മെഴുക് കൊണ്ടുള്ള പാറ്റേൺസ് ഉണ്ടാക്കും. ഓൾറെഡി നമ്മളിപ്പോൾ മെഴുക് കൊണ്ടുള്ള പാറ്റേൺ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മേ ബി വലിയ ഡൈ കാസ്റ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് വാക്സ് കൊണ്ടുള്ള പാറ്റേൺ ഉണ്ടാക്കും. അതിനുശേഷം ഈ വാക്സ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ അസംബിൾ ചെയ്യും, കറക്റ്റായിട്ട് ആ സ്പ്രൂ സെക്ഷനിൽ എന്താ അസംബിൾ ചെയ്യും. അതിനുശേഷം അതിനെ ഷെൽ ബൈൻഡിങ്ങിൽ ഷെൽ വഴിയുള്ള കോട്ടിങ്സ് എന്താ പ്രൊവൈഡ് ചെയ്യും. കോട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, മെഴുക് മാത്രം മെൽറ്റായി പോകും, വാക്സ് മാത്രം എന്താ മെൽറ്റായി പോകും, ഡീവാക്സിങ് ഒക്കെ കുറയും. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ എന്താ ഹോളോ സെക്ഷൻ വരും. ഇനി അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, മോൾട്ടൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തേക്ക് എന്താ പോർ ചെയ്യും, ഗ്രാവിറ്റി പോറിങ് വഴി പോർ ചെയ്യും. അതിൻ്റെ അകത്ത് കിടന്ന് എന്താ മെറ്റൽ സോൾഡിഫൈ ചെയ്യും. സോൾഡിഫൈ ചെയ്തതിന് ശേഷം എന്ത് പറ്റും, ഈ ഷെൽ സംഭവം നമ്മൾ എന്ത് ചെയ്യും, പൊട്ടിച്ച് കളയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ടുള്ള ആ ഒരു നമ്മുടെ ഫൈനൽ കാസ്റ്റിംഗ് കിട്ടും. അതിന് എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും, ആ സ്ക്രൂവിൽ നിന്ന് വിടിപ്പിച്ച് ചെയ്യുമ്പോൾ. സോ ഇതാണ് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വാക്സ് പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് വരെ നമുക്ക് എന്താ ഇതിൽ മേക്ക് ചെയ്യാൻ പറ്റും. ലോസ് ടു വാക്സ് മെത്തേഡ് എന്നും കൂടി ഇതിന് പറയുന്നത് മെഴുകിന് ഇനീഷ്യലി മെഴുക് കൊണ്ടുള്ള പാറ്റേൺ ഉണ്ടാക്കിയിട്ട് അതെന്ന് പറഞ്ഞാൽ എന്താ നഷ്ടപ്പെടുത്തി കളയുക. അതുകൊണ്ടാണ് എന്ത് ലോസ് ടു വാക്സ് മെത്തേഡ് എന്നും കൂടി എന്താ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ് പ്രിഫർ ചെയ്യുന്നു അല്ലേ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് നമുക്ക് ഉണ്ടാക്കാം, നല്ല സ്മൂത്ത് സർഫസ് നമുക്ക് എന്താ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, ഡയമെൻഷണൽ ആക്യുറസി വളരെ ഗുഡാണ്, നമുക്ക് മെഷീൻ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റാത്ത പാർട്ടുകൾ നമുക്ക് എന്താ ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഡൈ കാസ്റ്റിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ മേ ബി യൂസ് ടു റീപ്ലേസ് ഡൈ കാസ്റ്റിങ്ങിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ലോസ് വാക്സ് മെത്തേഡ് ഔട്ട് പെർഫോം എനി അതർ കാസ്റ്റിംഗ് പ്രോസസ്സ്, അതാണ് മെയിൻ തിങ്. കാരണം സുപ്പീരിയർ സർഫസ് ഫിനിഷാണ് നമുക്ക് എന്ത് ഇതിൽ കിട്ടുന്നത് കമ്പയർ ടു സാൻഡ് കാസ്റ്റിംഗ് ആവട്ടെ, വെൽഡഡ് ഫാബ്രിക്കേഷൻ ആവട്ടെ, ഫോർജിങ് ആവട്ടെ, ഏതൊരു മെഷീനിങ് പ്രോസസ്സ് കമ്പയർ ചെയ്യാൻ അർത്ഥം ലോസ്റ്റ് വാക്സ് മെത്തേഡിൻ്റെ ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്താണ് ബാക്കിയുള്ള കാസ്റ്റിങ്ങിനെക്കാട്ടും കൂടുതൽ എന്താ പ്രിഫർ ചെയ്യണം. ക്ലിയർ, മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി മൂവിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ ആണത് two solids of same material, one a cube and other a sphere, are cast. Volume of the cube of side A and that of sphere of radius R are equal. Find the ratio of solidification time of a cube to that of a sphere. സോൾഡിഫിക്കേഷൻ ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ ഫോർമുല ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഷിയോണിസ് ലൂയിൽ വെച്ചിട്ടുള്ള സോൾഡിഫിക്കേഷൻ ടൈം ഈക്വൽ ടു സി ഇൻറ്റു വോളിയം ബൈ ഏരിയ ഹോൾ സ്ക്വയർ. കോൺസ്റ്റൻ്റ് ആണ്, സോൾഡിഫിക്കേഷൻ ടൈം കോൺസ്റ്റൻ്റ് ആണ്, വോളിയം ബൈ ഏരിയ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താ, സോൾഡിഫിക്കേഷൻ ടൈം ഓഫ് എ ക്യൂബ് ബൈ സോൾഡിഫിക്കേഷൻ ടൈം ഓഫ് എ സ്പിയർ. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടിലും സി പോവും. അപ്പോൾ വോളിയം ഓഫ് ക്യൂബ് ബൈ ഏരിയ ഓഫ് ക്യൂബ് ദി ഹോൾ സ്ക്വയർ ബൈ വോളിയം ഓഫ് സ്പിയർ ബൈ ഏരിയ ഓഫ് സ്പിയർ ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്താ വോളിയം ഏരിയയും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെന്താണ് കറസ്പോണ്ടിങ് വാല്യൂസ് എന്താ ഇക്വേറ്റ് ചെയ്യാനാണ്. അപ്പോൾ വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയാൻ നേരത്തെ എന്താണ് എ ക്യൂബാണ് ബൈ എന്താ ഏരിയ ഓഫ് ദി ക്യൂബാണ്. ഏരിയ ഓഫ് ദി ക്യൂബ് എന്ന് പറഞ്ഞാൽ 4a² ആണ്. ഡിവൈഡഡ് ബൈ നമ്മൾ എന്താ വോളിയം ഓഫ് സ്പിയർ ആണ്. വോളിയം ഓഫ് സ്പിയർ എന്താ 4/3 പൈ r ക്യൂബ് ആണ്. ഡിവൈഡഡ് ബൈ എന്താ ഏരിയ ഓഫ് സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ 4 πr² ആണ്. അപ്പോൾ ഇവിടെ a² ക്യൂബ് കട്ടാക്കി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, a/4 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇവിടെയും സിമിലർലി എന്താ 4 ക്യാൻസൽ ആവും, π പോകും, ഒരു r² പോവും. അപ്പോൾ ബാക്കി എന്ത് വരും, r/3 എന്ന് വരും. അപ്പോൾ സോൾഡിഫിക്കേഷൻ ടൈമിൻ്റെ റേഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ a/4 /r/3 എന്ന് വരും. അല്ലെങ്കിൽ ഒന്നും കൂടെ എന്താ a/4 ×
3/r എന്ന് കിട്ടും. അപ്പോൾ 3a/4r ഇതാണ് ആൻസർ വരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം വോളിയം ഓഫ് ക്യൂബ് ഓഫ് സൈഡ് എ ആൻഡ് ദാറ്റ് ഓഫ് സ്പിയർ ഓഫ് റേഡിയസ് ആർ ഈക്വൽ. അപ്പോൾ എയും ആറും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് എയും ആറും കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും 3/4 എന്ന് കിട്ടും. ക്ലിയർ? രണ്ടും ഈക്വലാന്നാണ് പറഞ്ഞേക്കണം. വോളിയം ഓഫ് ക്യൂബ് ഓഫ് സൈഡ് എ ആൻഡ് ദാറ്റ് ഓഫ് സ്പിയർ ഓഫ് റേഡിയസ് ആർ ഈക്വൽ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം. ക്ലിയർ? ഓക്കെ. അപ്പോൾ അത് രണ്ടും കട്ടായി പോകുമ്പോൾ ബാക്കി എന്താ കിട്ടും സോൾഡിഫിക്കേഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ 3/4 കിട്ടും. ക്ലിയർ ആണല്ലോ? സോ അത്രയാണ് മോഡ്യൂൾ 1-ലുള്ളത്. സിമ്പിൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ചാപ്റ്ററാണ്, അതിൽ മോഡ്യൂളാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് വാങ്ങിയാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇമേജസ് ഒക്കെ കറക്റ്റായിട്ട് ഡ്രോ ചെയ്യുക, ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ടൈപ്പ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യന് വരുള്ളൂ, അത് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാന്നുള്ളൂ. ആ റിലേഷൻ മനസ്സിലാക്കി വെക്കുക, ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത സെഷൻസിൽ വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ താങ്ക് യു.